Please do like and subscribe to my channel. Oh, we are ready. We have just... What are we going to do? Oh, why are we dressed up? Hello, welcome back to our channel Aish Arjun. So this is our second day at Leela Kolam Ravis Hotel. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗിന്റെ ഫസ്റ്റ് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് പാർട്ട് 1. അപ്പോൾ ദിസ് ഇസ് പാർട്ട് 2. ദിസ് ഇസ് അവർ സെക്കൻഡ് ഡേ. അപ്പോൾ വി ആർ അറ്റ് ലീല കോളം ഫോർ അവർ സോണൽ കോൺഫറൻസ് സൗത്ത് ഫ്രം അപ്പോളോ ടയർസ്. അപ്പോൾ അപ്പോളോ ടയർസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പാർട്ട് 1 വ്ളോഗ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ആസ് എ മാനേജർ ആം വർക്കിംഗ് അറ്റ് അപ്പോളോ ടയർസ്. സോ ഇവിടെ നമ്മുടെ ഒരു സോണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ലീല കോവളത്താണുള്ളത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് അറിയാം, വി സ്ലെപ്റ്റ് റിയലി ലേറ്റ്. ലൈക്ക് നമ്മൾ 4 മണിയായി, വെളുപ്പിന് 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണി വരെയൊക്കെ സംസാരിച്ചിരുന്ന് അതിനുശേഷം കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീറ്റത്. ലൈക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8:15 ഓർ സംതിങ് ആയി. അപ്പോൾ 10 o'clock ആകുമ്പോഴേക്കും നമുക്ക് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. ബൈ 9 or 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇനി പെട്ടെന്ന് റെഡി ആവണം. വി ഹാവ് എ ഫോർമൽസ്, കാരണം നമുക്ക് ഈവനിങ് വരെ നമുക്ക് കോൺഫറൻസ് മീറ്റിംഗ് ആണ്, ഫോർമൽ മീറ്റിംഗ്, പ്രസന്റേഷൻസ് കാര്യങ്ങളെല്ലാം. സോ വി ഹാവ് ടു ബി ഇൻ ദ ഫോർമൽ അറ്റയർ. ഫോർമൽ അറ്റയറിനുള്ള ടീഷർട്ട് ഓൾറെഡി നമുക്ക് അപ്പോൾ ഒന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ദിവസം ഇന്നലെ. ആൻഡ് ഫോർമൽ പാൻസ്. സോ അതായിരിക്കും അറ്റയർ. അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തതിനു ശേഷം കാണിക്കാം. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ, എന്റെയും രുചിക്കാരി റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വ്യൂവിൽ നിന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന്. സോ ഡേവിഡ് ചേട്ടാ, ഹലോ, ഹായ് പറ, ഹായ് പറ, ഹായ് ഉറക്കെ പറ. ഇപ്പൊ എണീറ്റുള്ളൂ. അവിടെ ആരോ റൂമിലെ കൂടെ? ഓക്കെ, ഗുഡ് മോർണിംഗ്. So we are ready. We have just got ready with our HO t-shirt, with our formal pants, and we are rushing for the breakfast. We'll see at the breakfast counter. So we are having our breakfast. So this happens to be my second plate. I have taken some veggies, paratha, nuts, peanut butter and all. Yeah. Everyone knows me as why am I not getting up? I just went back. അപ്പോൾ നമ്മൾ ലീല ഹോട്ടലിൻ്റെ ബഗ്ഗിയിൽ കോൺഫറൻസ് സ്ഥലത്തോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഡേ 1 വ്ളോഗ് കണ്ടവർക്ക് അറിയാം. അതിൽ നൈറ്റ് ടൈമിൽ ബഗ്ഗിയിൽ പോകുന്നതും ഞാൻ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം നടന്ന് ക്ഷീണിക്കണ്ട, അവർ തന്നെ കൊണ്ടുവിടും. അങ്ങനെ നമ്മുടെ ബിസിനസ് കോൺഫറൻസ് അല്ലെങ്കിൽ സെയിൽസ് കോൺഫറൻസിൽ നോർമലി ഉള്ള പോലെ തന്നെ കമ്മിങ് ഫിനാൻഷ്യറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പുതിയ പ്ലാൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ചസ് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഒരു പുതിയ ആഡും കാര്യങ്ങളെല്ലാം ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഗുർഗാവൺ ആണ്. അപ്പോൾ ഹെഡ് ഓഫീസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ സ്പീക്കേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടീ ടൈമായി. And here is Neeraj Kanwar, Vice Chairman and Managing Director. So he joined online from UK to address everyone of us. Hi. Ruchi, tell hi. Hi. So what are we doing now? We are getting ready for the gala dinner. Yes, we are getting ready in our regional dresses for gala dinner. So it's basically like gold Kerala sari, half sari. And I'm wearing it for the first time, but I'm loving it. She's wearing it for the first time. A Kashmiri wearing Kerala sari. See how elegant she looks. Then we have I need to wear this. I'm yet to wear it. I am waiting for Nandu to come and help us wear it because I don't know how to wear a sari. Really, I don't know. Either my mother-in-law wears it, make me wear it, or my mother, or my sister Ruku. So these are the 3 people who make me wear sari whenever I wanted to. So yes, we are waiting for Nandu to come and help us with this. Help us with this.
Yeah. And she also had the same blouse, but she did not stitch it. So going with a blue one. Blue wala one. Okay, Karthik, tell. What are we going to do? Why are we dressed up in sari? Me and Ruchi already took a bit of the video. Tell. What are we going to do? I'm not ready for this video. You are not ready. Okay. Nandu? No. Nandu is also busy. My half eye makeup is done and Yes. Nandu has not done makeup, so she's not coming. So actually, as I told, Nandu has draped the sari for me. I mean this half sari, and I'm loving it. Now next is Ruchi's attempt. Come and stand here, yeah. I have set the camera. This is how Ruchi looks. give me a This is minute. how I I'll look. complete this. Actually, we need to be Oh, twinned, you are a bit but she has moderate. changed the blouse. That's sweet. And this is how Just Karthik 1 looks. minute. Cute, right? Yeah. And Nandu has chosen to be wear like a men's dress. I don't know why, but Her review once. I need to drag everyone into this. So we are all ready. Finally, Nandu is also in sari. So she was like, every one of you are in And sari. this is so what I'm saying first for you last outline. 2-3 days. Yes. Then you This is what Kathy said last 2-3 days to Nandu, that you don't wear jeans and t-shirt, you wear sari. So she already had a sari with her, and we four are in saris. So we are all ready, no? Yeah. This is the last minute of getting ready. Nandu is just doing her Touching up. makeup, yeah. And then touching up is done by Ruchi for the whole day. She's doing it. Remove the hair, tie it. Removing the hair, tying it. Okay, so we will reach Sindhu. the venue and we'll show. look. Sure. അങ്ങനെ ഗാല നൈറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എത്തനിക്ക് വേറെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ മുണ്ടും കുർത്തിയായിരുന്നു. അങ്ങനെ നമ്മുടെ പെർഫോമൻസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റേജ് പെർഫോമൻസുകളെല്ലാം ഔട്ട്സൈഡേഴ്സിൻ്റെ ആയിരുന്നു. ബേസിക്കലി ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമ്മൾ ഹയർ ചെയ്ത ടീമിൻ്റെ പെർഫോമൻസുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് റോക്ക് ടു ദ സ്റ്റേജ്. ലൈക്ക് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാതിരിക്കാനാണ് ഞാൻ സൗണ്ടെല്ലാം മ്യൂട്ട് ചെയ്തത്. So, how was it? How was the gala dinner? So good, so good. We were just dancing the whole night. We Just loved, came we back. loved. Just came back. Just came back. So Ruchi just went. Happy? Did you enjoy? We had all songs, like from all states, right? Actually, they played so many Tamil songs that I like. We had all state songs like Tamil, Kannada, Telugu. Nandu, what about you? Did you enjoy? What happened? Okay, me and Karthi. I'm not matching with my team, so I did not enjoy. She wore sari, that's why she's not matching. Anyway, me But and still, Karthi. we are matching. Yeah. Me and Karthi had dinner, Ruchi come. So, Ruchi and Nandu are yet to have dinner, so we are leaving to the room, we both. Okay then. Bye. 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 So, we enjoyed this day, right? Very much. Okay. So, thank you all for watching. Until next time, stay tuned. Bye. അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്ന് കാണിച്ചിരാന്ന് വെച്ചു. ഇതൊരു ഹാഫ് സാരിയാണ്, നമ്മുടെ എന്താ പറയുക കസവ് ഗോൾഡൻ കസവൊക്കെ വരുന്ന ഒരു ഹാഫ് സാരി. ഇത് ഞാൻ എടുത്തത് പത്മാസ് കളക്ഷൻസ് എന്നാണ്. എൻ്റെ മദർ ഇൻ ലോ അർജുൻ്റെ അമ്മയുടെ ബുട്ടീക്ക് എന്നാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഹാഫ് സാരി ഇഷ്ടപ്പെട്ടവർക്ക്, ഇത് നമുക്ക് സ്കേർട്ടിൽ പ്രിന്റ് ഉണ്ട്, അതേ പ്രിന്റാണ് നമുക്ക് ബ്ലൗസിൽ വരുന്നത്. സ്ലീവിലും അതുപോലെ ബ്ലൗസിന്റെ ബോഡിയിലൊക്കെ അതേ വർക്ക് തന്നെയാണ് വരുന്നത്, അതേ പ്രിന്റാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഷോള് ദുപ്പട്ട വരുന്നത് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ, കസവാണ് വരുന്നത് പ്ലെയിൻ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്ക്, ഇത് ഈ ഒരു ലുക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക്, വിഷുവൊക്കെ ഇപ്പം എന്തായാലും കഴിഞ്ഞു, ഓണത്തിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെന്റ് ബിലോ. അങ്ങനെയാണെങ്കിൽ പത്മാസ് കളക്ഷൻസിൽ നിന്ന് ഇതേ സെയിം മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് സെമി സ്റ്റിച്ചിലാണ് സ്കേർട്ട്. അപ്പോൾ ഞാൻ സ്കേർട്ട് നമ്മുടെ വേസ്റ്റിന്റെ ഇതിനാക്കണം. അതുപോലെ ബ്ലൗസിന്റെ മെറ്റീരിയൽ ഉണ്ടാവും, അത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ദുപ്പട്ട ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു താങ്ക് അപ്പോളോ ടയർസ് ലിമിറ്റഡ് ഫോർ ഹോസ്റ്റിംഗ് സച്ച് എൻ ഓസം അടിപൊളിയായിട്ടുള്ളൊരു സോണൽ കോൺഫറൻസ് മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ ഉണ്ടായതിനേക്കാളും ഇപ്രാവശ്യത്തെ നമ്മുടെ കോളത്തുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും. സ്റ്റേ ആണെങ്കിലും നമുക്ക് വൈബ് ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വ്ളോഗിൽ കാണിക്കാനായിട്ട്. കാരണം എനിക്കും അവരുടെ കൂടെ ഇങ്ങനെ എൻഗേജ് ചെയ്യുക കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഫുൾ ടൈം എനിക്ക് ഷൂട്ട് ചെയ്ത് നടക്കാൻ പറ്റില്ല.
ദെൻ പിന്നെന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് 1 പറഞ്ഞ പോലെ ഇത് സൗത്തിലെ SB കോൺഫറൻസ് ആയിരുന്നു. സൗത്തിലെ മീൻസ് നമ്മുടെ സൗത്തിലെ 5 സ്റ്റേറ്റ്സും വരും, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന. ഇതുപോലെ തന്നെ നോർത്തിലും വെസ്റ്റിലും ഈസ്റ്റിലും ഒക്കെ കോൺഫറൻസ് നടത്തുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത്, എന്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു കരിയറിലോട്ട് എത്തിയത്, അല്ലെങ്കിൽ ഒരു സെയിൽസിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ചെയ്തു, ഞാൻ എന്താ പഠിച്ചത്, എങ്ങനെയായിരുന്നു എൻ്റെ കരിയർ ജേർണി, അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടന്റ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ്. എനിക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പാർക്കിങ്ങിലൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുന്നുള്ളൂ. സോ പ്ലീസ് ഡു കമന്റ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഡു എ വീഡിയോ റിഗാർഡിങ് മൈ കരിയർ ജേർണി, വാട്ട് വാസ് മൈ ഡിഗ്രി എഡ്യൂക്കേഷൻ ഒക്കെ പറ്റിയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ് വരെ കണ്ടിരുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഐഷ് അർജുൻ. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മാത്രം കണ്ടിട്ട് പോകരുത്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് നാളെയാണ് ചെക്കൗട്ട്. ലീലയിൽ നിന്ന് നമുക്ക് നാളെയാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് നാളെ 1 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൂളിലൊക്കെ ഇറങ്ങി അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യണം. കാരണം ലീല കോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു പ്രോപ്പർട്ടി അല്ലേ. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെയുള്ള പ്ലാൻ. ഇനിയിപ്പോൾ എന്താന്നുള്ളത് അറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ റീസെന്റ് ആയിട്ട് ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനത്തെ കമ്മലിനേക്കാൾ കൂടുതൽ ജുമുക്കയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ കമ്മൽ യൂസ് ചെയ്യുന്നത് കാരണം എന്റെ ഫേസ് ഭയങ്കര വണ്ണമുള്ള ലൈക്ക് ബബ്ലി ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് നല്ല റൗണ്ട് വണ്ണമുള്ള ഫേസ് അല്ല. അപ്പൊ ഇങ്ങനത്തെ നീളം കമ്മൽ ഇടുമ്പോൾ അത് കുറച്ചും കൂടിയും നന്നായി എനിക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇനി ഇങ്ങനത്തെ കമ്മലുകൾ വാങ്ങാന്നുള്ളൊരു പ്ലാനിലാണ്. കാരണം ജുമുക്ക ആകുമ്പോൾ കുറച്ചും കൂടി റൗണ്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്റെ പോലത്തെ ഫേസിനെ കോംപ്ലിമെന്റ് ചെയ്യില്ല, കുഞ്ഞു ഫേസിനൊക്കെയാണ് അത് കോംപ്ലിമെന്റ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഞാനിപ്പോ എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പൊ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ, ഗുഡ് നൈറ്റ്, ബൈ.